ഒരു പാർട്ടിക്കാരൻ മറ്റൊരു സജീവ പാർട്ടി ബന്ധുവിനെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച ഒരു പരാതി കത്ത് അത് ചോരുന്നു. അങ്ങനെ ആ കത്തിൽ പ്രതിപാദിച്ചിരുന്ന നാറ്റകാര്യങ്ങൾ, ചീഞ്ഞ വിഷയങ്ങൾ അതെല്ലാം പുറത്തു വരുന്നു. അത് മാത്രമല്ല, ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഒരു മാനനഷ്ട കേസിൽ PBക്ക് അയച്ച ഈ പരാതിക്കത്ത് ഒരു രേഖയായിട്ട് സമർപ്പിക്കുന്നു. പ്രതിയാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ CPM ഒരു പുലിവാല് പിടിച്ചിരിക്കുക. സാധാരണ പുലിയൊന്നുമല്ല. ഭക്ഷണമൊന്നും കിട്ടാതെ വിശന്ന് അവശനായി നാട്ടിലേക്ക് ഇറങ്ങി ഏതെങ്കിലും കിണറ്റിൽ വീണ് അന്ത്യശ്വാസം വലിക്കുന്ന പുലിയല്ല. ഇതൊരു ഗടാഗടിയൻ പുലിയാണ്, ഒരു കരിമ്പുലിയാണ്. അതിന്റെ വാലിൽ പിടിച്ചു എന്നല്ല പറയേണ്ടത്, അതിന്റെ വായിൽ പെട്ടിരിക്കുകയാണ് CPM. CPM എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഇരുമ്പുറയ്ക്കുള്ളില് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനങ്ങൾ പോലും പുറത്തേക്ക് കിട്ടാൻ വലിയ പാടായിരുന്നു. ചിലപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാലായി, അല്ലെങ്കിൽ വാർത്തകൾ ശേഖരിക്കാൻ പ്രയാസമായിരുന്നു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്ന ദിവസങ്ങളിൽ മാത്രം പനി വരികയും അതിന്റെ പേരിൽ അവധി എടുക്കുകയും ചെയ്യുന്ന പത്രലേഖകർ പോലും അക്കാലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ദല്ലാളന്മാരും പണമിടപാടുകാരും അതുപോലെ തന്നെ ഇടനിലക്കാരും ഒക്കെ അടങ്ങുന്ന ആവശ്യമില്ലാത്ത ഒരൊറ്റ ഒരുത്തൻ അന്ന് പാർട്ടിയുടെ സംവിധാനത്തിനുള്ളിലേക്ക് കടന്നു കയറാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്നൊന്നും മക്കൾ പ്രതിഭാസം എന്ന് പറയുന്ന സംഭവം CPMനില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണ്, അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അതിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റ ഒരാൾ പിന്നീട് ലോക്സഭാ സ്ഥാനാർത്ഥിയായി സ്ഥാനക്കയറ്റം കിട്ടുന്നതും അവിടെയും തോൽക്കുന്നതും, പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് ആദ്യ തവണ തന്നെ മന്ത്രിസഭാംഗമാവുകയും ചെയ്യുന്ന മരുമക്കളിസമൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാലോജിക്ക് അന്ന് ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് സ്ഥിതി മാറി. പാർട്ടിയില് അവതാരങ്ങള് അരങ്ങുവാഴുകയാണ്. പാർട്ടിക്കാരാണെന്ന് അവകാശപ്പെടുന്ന രണ്ടുപേര് പാർട്ടിയുടെ രക്തമൂറ്റി വളർന്നവരാ. അതവരുടെ പഴയകാലവും ഇന്നത്തെ കാലവും നോക്കിയാൽ അറിയാം. രണ്ടുപേര് രാജേഷ് കൃഷ്ണ, അതുപോലെ തന്നെ മുഹമ്മദ് ഷർഷാദ്. അവരാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ. മുഹമ്മദ് ഷർഷാദ് മേപ്പടി രാജേഷ് കൃഷ്ണനെതിരായിട്ട് PBക്ക് ഒരു പരാതി അയക്കുന്നു. 2022 ഈ പരാതി അയക്കുന്ന സംഭവം നടന്നത്. ഈ പരാതി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ബോംബാ. അതില് സംസ്ഥാനത്തെ പല നേതാക്കളെയും പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന വസ്തുതകൾ അടങ്ങിയിട്ടുണ്ട്. അത് PBക്ക് അയക്കുകയാണ് 2022. പക്ഷേ PB അന്ന് അതിനുമേൽ നടപടികളൊന്നും എടുത്തില്ല. അതാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. അതിപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ കൈവശം എത്തിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണ് ഈ കത്ത് ചോർത്തിയതെന്നാണ് ഷർഷാദ് പറയുന്നത്. ഈ ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയും ഷർഷാദും ഒക്കെ കൂട്ടുകൃഷിക്കാരാ. രസകരമായ ഒരു വസ്തുത, ഈ ചോർന്ന കാര്യം, അതായത് PBക്ക് അയച്ച കത്ത് പുറത്തു വന്ന കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് 12 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷർഷാദ് MAVക്ക് ഒരു കത്ത് കൊടുത്തു, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ. ആ കത്ത് ഇപ്പോൾ ചോർന്നിരിക്കുകയാണ്. ഇതെന്തോ രസകരമായ കളികളാണ് അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ പഴയ ഇരുമ്പ് മറയൊക്കെ പൊളിഞ്ഞ് ആർക്കും കയറി കൂത്താടാവുന്ന, ആർക്കും നേതാക്കളെ ഉപയോഗിച്ച് സ്വന്തം കാര്യം നേടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് മനസ്സിലാവുന്നത്. മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസില് ലണ്ടനിൽ നിന്നുള്ള പാർട്ടി യൂണിറ്റിന്റെ ഘടകത്തിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ രാജേഷ് കൃഷ്ണ കുപ്പായം ധരിച്ചു വന്നതാണ്. പക്ഷെ അതിനിടയ്ക്ക് ഷർഷാദ് എന്തെടുത്തു? PB അംഗം അശോക് ദാവ്ളേക്ക് ഒരു പരാതി അയച്ചു. അശോക് ദാവ്ളേക്ക് പരാതി അയക്കാൻ ഒരു കാരണമുണ്ട്. അതായത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് ലണ്ടനിൽ നടന്ന പാർട്ടി യൂണിറ്റിന്റെ സമ്മേളനത്തിൽ PBയെ പ്രതിനിധീകരിച്ച അശോക് ദാവ്ളെയാണ് ചെന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കത്തയച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അശോക് ദാവ്ളെ ആ കത്ത് വായിച്ചു. അദ്ദേഹത്തിന് ഇവിടുത്തെ കേരളത്തിലെ നേതാക്കൾക്ക് ഈ രാജേഷ് കൃഷ്ണനോടുള്ള സ്നേഹമോ അടുപ്പമോ ബന്ധമോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അശോക് ദാവ്ളെയുടെ ഇടപെടലിനെ തുടർന്ന് രാജേഷ് കൃഷ്ണയെ ഈ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹത്തിന് മധുരയിലെ വലിയ സമ്മേളന പദ്ധതിയുടെ പുറത്തു നിന്ന് അതൊന്ന് കാണാനേ സാധിച്ചുള്ളൂ. ഇതിനിടെ രാജേഷ് കൃഷ്ണ ഷർഷാദിനെതിരായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. അതിലെ ഒരു രേഖയായി അദ്ദേഹം സമർപ്പിച്ചത് ഷർഷാദ് PBക്ക് അയച്ച കത്തിന്റെ, അതായത് തനിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
ഷർഷാദ് അയച്ച കത്തിന്റെ ഒരു കോപ്പിയാണ്. ഇത് അയാൾക്ക് എങ്ങനെ കിട്ടി? അത് മാത്രമല്ല, ഇത് ഷർഷാദ് PBക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു സത്യവാങ്മൂലം ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഉൾപാർട്ടി പരിഗണനയ്ക്ക് വേണ്ടി മാത്രം അയച്ച ഒരു പരാതി കത്താണ് അങ്ങനെ ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്ന് ഒരു പൊതുരേഖയായി മാറിയിരിക്കുന്നത്. ഇതും CPM-നെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം ഇനി ഈ കത്ത് അല്ലെങ്കിൽ ഷർഷാദ് അയച്ചു എന്ന് പറയുന്ന പരാതിക്കത്ത് അത് വ്യാജമാണെന്ന് പറയാൻ സാധിക്കില്ല. അത് രാജേഷ് കൃഷ്ണ തന്നെ കോടതിയിൽ സമർപ്പിച്ച് അതൊരു ഒറിജിനൽ രേഖയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് നൽകിയ സാമ്പത്തിക സഹായം, ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് നൽകിയ ഫണ്ട്, ഇതൊക്കെ ഈ കത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണം നടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെയാണ് CPM-ലെ സ്ഥിതി. ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പരാതിക്കത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KN ബാലഗോപാൽ, P രാജീവ്, MB രാജേഷ്, തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, മേഴ്സിക്കുട്ടിയമ്മ, P ശ്രീരാമകൃഷ്ണൻ, ജോൺ ബിട്ടാസ്, P ശശി, TN സീമ, PK ബിജു, M സ്വരാജ്, TV രാജേഷ്, സേവ്യർ ചിറ്റിലപ്പള്ളി, M പ്രദീപ് കുമാർ, AA റഹീം എന്നിവരെല്ലാം രാജേഷിന്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളായി, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായി ഈ കത്തിൽ അഥവാ പരാതിയിൽ പരാമർശിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ധാരാളമായിട്ട് അദ്ദേഹം ഈ രാജേഷ് കൃഷ്ണ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ സെക്യൂരിറ്റി സർവീസസ് കമ്പനിക്ക് അതിന്റെ 74% ഓഹരി വാങ്ങാനുള്ള പണം രാജേഷ് കൃഷ്ണ ലണ്ടനിൽ നിന്ന് അയച്ചെന്നും തെരഞ്ഞെടുപ്പ് കാലത്തും പിന്നീട് പല ഘട്ടങ്ങളിലുമായി CPM-ലെ പ്രമുഖരായ നേതാക്കൾക്ക് അത് കൈമാറ്റം ചെയ്തുവെന്നും ഷർഷാദിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ടിനെയും അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെയും ഈ പരാതിക്കത്ത് സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്കായിട്ട് ലണ്ടനിലെ ഒരു കടലാസ് കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ കേരളത്തിലേക്ക് അയച്ചു എന്നും പറയുന്നുണ്ട് ഷർഷാദ് വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ അനുഭവം. അത് കേട്ടാൽ എത്ര ആഴത്തിലാണ് രാജേഷ് കൃഷ്ണയുടെ സ്വാധീനം എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ഷർഷാദിന്റെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോൾ അത് രാജേഷ് കൃഷ്ണയോട് പറഞ്ഞു. അന്ന് രണ്ടുപേരും ഫ്രണ്ട്സാ, മച്ചാനുമായിട്ട് നിൽക്കുന്ന സമയമാണ്. രാജേഷ് കൃഷ്ണ ഇടപെട്ടു. തോമസ് ഐസക്കിനോട് പറഞ്ഞു വിഷയം. തോമസ് ഐസക് ഉടനെ തന്നെ ഫോൺ എടുത്തു, ബാങ്കിലേക്ക് വിളിച്ചു, കാര്യങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. കാര്യങ്ങൾ കൃത്യമായിട്ട് തീർന്നു. അപ്പോൾ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സംസ്ഥാന മന്ത്രി നേരിട്ട് ഫോണിൽ വിളിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ മിറക്കിൾ എന്നാണ്. ഇതൊരു അത്ഭുതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞ ഈ കഥകളെല്ലാം കേൾക്കുമ്പോൾ ഒരു മിറക്കിളായിട്ട് തോന്നും. 2 പേര് അവർ CPM പോലൊരു പാർട്ടിയെ ഇതുപോലെയുള്ളൊരു കുഴിയിൽ എത്തിച്ചു എന്നുള്ളത് അത് മിറക്കിൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്? ലോക കേരള സഭാംഗം എന്ന നിലയിലുള്ള പദവിയും ഈ രാജേഷ് കൃഷ്ണ വലിയ തോതിൽ ദുരുപയോഗം ചെയ്തുവെന്ന് ഈ പരാതി പറയുന്നുണ്ട്. ഇത് രസകരമായ കാര്യമാണ്. ഈ ലോക കേരള സഭ അംഗമായ പലരും ഏതാണ്ട് MLA-മാർക്ക് തത്തുല്യരാണ് എന്ന മട്ടിലാണ് ഇവിടെ ഈ സമ്മേളന കാലത്തൊക്കെ വിഹരിച്ചിരുന്നത്. അതുപോലെ പലരും അവരുടെ കാറിന്റെ നെയിം പ്ലേറ്റിൽ ലോക കേരള സഭാംഗമെന്ന് എഴുതി വെച്ചിരുന്നു. പിന്നെ ഈ രാജേഷ് കൃഷ്ണ ഇതുപോലൊരാള് അതിനെ ദുരുപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത്ഭുതമെന്നേ പറയുള്ളൂ. ഈ കത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ മകൻ ശ്യാംജിത്താണ് ഈ കത്ത് ചോർത്തിയതെന്ന് ഷർഷാദ് MA ബേബിക്ക് അയച്ച കത്തിൽ പരാതിപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഈ ശ്യാംജിത്ത് പല സാമ്പത്തിക ഇടപാടുകളുടെയും ആളാണെന്ന് നേരത്തെയും ചില ആരോപണങ്ങൾ വന്നിരുന്നു. ഇതൊക്കെ CPM-ൽ ഇപ്പോൾ ഒരു അങ്ങാടിപ്പാട്ടാണ്, പ്രത്യേകിച്ച് കണ്ണൂരില് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്യാംജിത്ത് പല വിഷയങ്ങളിലും ഇടപെടുന്നു എന്നുള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ രാജേഷ് കൃഷ്ണനെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ ആ പദവിയിൽ എത്തിയതോടെ പൂർവാധികം ശക്തിയോടെ രാജേഷ് കൃഷ്ണ വീണ്ടും രംഗത്ത് വന്നുവെന്നാണ് ഷർഷാദിന്റെ ആരോപണത്തിൽ പറയുന്നത്. ഷർഷാദ് ഒരു തവണ AKI സെന്ററിലെത്തി MV ഗോവിന്ദൻ മഷക്കെട്ട് പരാതി പറഞ്ഞതാ.
പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല, ഒന്നും നടന്നില്ല. പിന്നീട് ഒരിക്കൽ കൂടി ചെന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചുമില്ല, കാണാൻ അവസരം കൊടുത്തില്ല എന്നാണ് ഷർഷാദ് പറയുന്നത്. ഈ രാജേഷ് കൃഷ്ണ പത്തനംതിട്ട ജില്ലയിലെ വാര്യാപുരത്ത് ഒരു സാധാരണ SFI പ്രവർത്തകൻ ആയിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വളർച്ച. അതുപോലെ ഷർഷാദ് ന്യൂമാഹിയിലെ പെരിങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ അവിടുത്തെ DYFIയുടെ മേഖല ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. അവിടെ നിന്നാണ് ഈ രണ്ടുപേരുടെയും വളർച്ച. 2022 നൽകിയ പരാതി, അതിന്മേൽ PB പോളിറ്റ് ബ്യൂറോ എന്ത് നിലപാടെടുത്തു അല്ലെങ്കിൽ എന്ത് നടപടികൾ എടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും എടുത്തില്ല, അതവിടെ വെറുതെ വെച്ചു. ഇപ്പോ സംസ്ഥാന സമിതിക്ക് അയച്ചിരിക്കുക. അതായത് ഈ രാജേഷ് കൃഷ്ണ ലണ്ടനിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധിയായി മധുര കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനെതിരെ ഷർഷാദ് നൽകിയ പരാതി, അശോക് താവളേക്ക് നൽകിയ പരാതി, അതേ തുടർന്ന് ഇത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ കത്ത് അയച്ചിരിക്കുക. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ ഇടപാട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കത്ത് സംബന്ധിച്ച് ഈ ആരോപണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അശോക് താവളെ ഇടപെട്ടു എന്നാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PBക്ക് ഈ കത്തിന്മേൽ അന്വേഷണം നടത്താനോ അനന്തര നടപടികൾ എടുക്കാനോ പറ്റുമായിരുന്നില്ല. കാരണം ഇത് തുറന്നാൽ പണ്ടോറയുടെ പെട്ടി പോലെ പല അന്തഃപുര രഹസ്യങ്ങളും പുറത്തു വരും, പല നേതാക്കളും കുഴപ്പത്തിലാകും. അത് അറിയാമായിരുന്നത് കൊണ്ട് അത് തൊടാതെ വയ്ക്കുകയാണ് ചെയ്തത്. കത്ത് ചോർന്നതും അത് ഒരു കോടതി വ്യവഹാരത്തിലെ രേഖയായി മാറിയതും CPMനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയില്, ഒരു കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ കത്ത് ഒരു മാനനഷ്ട കേസിന്റെ രേഖയായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്? ആരെയാണ് ഇക്കാര്യത്തിൽ ഉന്നമിടുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? പാർട്ടിയെയോ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കളെയോ സമ്മർദ്ദത്തിലാക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ പിന്നിൽ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് പാർട്ടിയില് പഴയ ഉൾപാർട്ടി പോര് അതിന്റെ ഒരു തുടക്കം ആരംഭിക്കുകയാണോ? അതിന്റെ ഈറ്റുനോവാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് വരിക, ഇനി 8-9 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യകാര്യങ്ങളിൽ ചില ആശങ്കയുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹമായിരിക്കുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനെ നയിക്കുക? അല്ലെങ്കിൽ ആര്? ഇതൊരു ചർച്ചാ വിഷയമാണ് പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും. ഈ കത്ത് പുറത്തു വന്നതിന്റെയും അതുപോലെ അതൊരു വിവാദ വിഷയമായി മാറിയതിന്റെയും പിന്നിൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആരോ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന്റെ പിടി, പാർട്ടിയിലെ പിടി ക്രമേണ കുറയുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മേധാവിത്വം അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുന്ന ആ രീതി, അതിനൊക്കെ മാറ്റം വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഉടനെ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ CPMൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.